ജയ് മോഹൻജി. ഗുരുപാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻജി എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ മെറ്റ് എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. യോഗ്യരായ അനുയായികൾക്ക് മോഹൻജിയുടെ ഊർജം സ്വീകരിക്കാനും അത് ഫലപ്രദമായി മറ്റൊരാളിലേക്ക് എത്തിക്കാനുമായി അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു രീതിയാണ് മോഹൻജി എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ മെറ്റ്. ശരീരം, മനസ്സ്, ബുദ്ധി, അഹംഭാവം, ആത്മാവ് എന്നിവയെ തമ്മിൽ ഒരുമിപ്പിക്കാൻ, അതായത് അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മെറ്റ് സ്വീകർത്താവിനെ സഹായിക്കുന്നു. നമ്മൾ കൂടുതൽ ഏകോപിതരാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സ്വീകരണശേഷി വർദ്ധിക്കുന്നു. മോഹൻജിയുടെ ധ്യാനങ്ങൾക്ക് കൂടുതൽ ആഴമേറിയ ഒരു തലം നൽകാൻ മെറ്റ് സഹായിക്കുന്നു. ദത്തപാരമ്പര്യം എല്ലാ ആത്മീയ അന്വേഷകർക്കും നൽകുന്ന പവിത്രമായ സമ്മാനമാണ് മോഹൻജി എനർജി ട്രാൻസ്ഫർ. ഇത് മോഹൻജിയുടെ ധ്യാനങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ശക്തമായ ഫലങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. മോഹൻജി ചാനലുകൾ മോഹൻജിയുടെ ബോധതലത്തിലൂടെ ആത്മീയ ഊർജം സമാഹരിക്കുകയും അത് സ്വീകർത്താക്കളുടെ നെറ്റിയിലും സഹസ്രാര ചക്രത്തിലും കൈകളിലൂടെ പകരുകയും ചെയ്യുന്നു. ഒരു ചാനലായി മാറുന്ന സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇത് നിർവഹിക്കുന്നത്. താൻ നേരിട്ട് നൽകുന്ന ശക്തിവാദത്തിന് സമാനമായി ആത്മീയ ഊർജം കൈമാറണമെന്നാണ് മോഹൻജി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സ്നേഹനിർഭരവും ഊഷ്മളവുമായ ഊർജമായാണ് മെറ്റ് അനുഭവപ്പെടുന്നത്. ഇത് ശരീരം, മനസ്സ്, ബുദ്ധി, അഹംഭാവം, ആത്മാവ് എന്നിവയുടെ ഏകോപനത്തിന് സഹായിക്കുന്നു. നമ്മൾ കൂടുതൽ ഏകോപിതരാകുമ്പോൾ ഉന്നതമായ അറിവിലേക്ക് നയിക്കുന്ന സ്വീകരണശേഷി നമ്മിൽ താനെ ഉണരുന്നു. മെറ്റ് പ്രധാനമായും മോഹൻജിയുടെ ഗൈഡഡ് മെഡിറ്റേഷനുകൾക്കിടയിലാണ് നൽകുന്നത്. എങ്കിലും അന്തരീക്ഷം പവിത്രമാണെങ്കിൽ മറ്റ് ചില സമയങ്ങളിലും ഇത് നൽകാവുന്നതാണ്. ഉദാഹരണത്തിന്, അനുയോജ്യമായ സാഹചര്യമാണെങ്കിൽ കോൺഷ്യസ് വാക്കിങ്ങിന് ശേഷം ഇത് നൽകാം. സാധനാ ടീം ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ മുമ്പ് മോഹൻജി നേരിട്ട് അനുവാദം നൽകിയിട്ടുള്ളവർക്കോ മാത്രമേ നേരിട്ട് ഇത് നൽകാൻ അധികാരമുള്ളൂ. മുൻപ് മെറ്റിനെയും ശക്തിപാദം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ മോഹൻജി നൽകുന്നത് മാത്രമാണ് ശക്തിപാദം. മോഹൻജി ചാനൽസ് നൽകുന്നതിന് മെറ്റെന്നാണ് പറയുന്നത്. മോഹൻജിയുടെ വിശുദ്ധിയുടെ ശക്തി എന്ന പുസ്തകത്തിൽ ശക്തിപാദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ മെറ്റിനെയാണ് ശക്തിപാദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശക്തിപാദം നൽകുവാനുള്ള കഴിവുണ്ടാകുവാൻ അതിനുള്ള മന്ത്രോപദേശം കിട്ടിയിരിക്കണം. ശക്തിപാദത്തിനുള്ള മന്ത്രോപദേശം ലഭിക്കുന്നതും ശക്തിപാദം സ്വീകരിക്കുന്നതും ഒരുപോലെയല്ല. മന്ത്രദീക്ഷ ലഭിക്കുന്നതിനുള്ള ഒരു യോഗ്യത ആ വ്യക്തി പരിശുദ്ധിയുടെ ഉയർന്ന തലത്തിൽ ചരിക്കുന്നവനായിരിക്കണം എന്നതാണ്. ആഗ്രഹത്തിൻ്റെ, അതായത് ഗുരുവാകാനുള്ള ആഗ്രഹം, പണം സമ്പാദിക്കാനുള്ള ആഗ്രഹം മുതലായവയുടെ തലത്തിൽ നിന്നാകരുത്. അയാൾ പ്രതിജ്ഞാബദ്ധനും സ്വാർത്ഥരഹിതനും നിഷ്കളങ്കനും ആയിരിക്കണം. ശക്തിപാദത്തിലേക്ക് ആർക്ക് മന്ത്രദീക്ഷ കൊടുക്കണം എന്നത് മഹാഗുരുക്കന്മാരുടെ നിശ്ചയമാണ്. മഹാഗുരുക്കന്മാരുടെ അനുമതിയില്ലാതെ ഞാൻ ആർക്കും മന്ത്രോപദേശം നൽകാറില്ല. മന്ത്രോപദേശം ലഭിക്കുന്നയാൾ ശുദ്ധിയുള്ളവനാകുമ്പോൾ കൈമാറ്റത്തിന് പൂർണ്ണതയുണ്ടാകുന്നു. സ്വീകരിക്കുന്നയാളും കൊടുക്കുന്നയാളും അതിന് യോജിച്ച മാനസികാവസ്ഥയിൽ ആയിരിക്കും. സ്വീകരിക്കുന്ന ആൾക്ക് അയാൾ അർഹിക്കുന്നത് കിട്ടും. അത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സോഫ്റ്റ്വെയറിലേക്കുള്ള മാറ്റം പോലെ ആയിരിക്കും. എനിക്ക് ശാരീരികമായി വളരെയധികം ആളുകളിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. എന്നാൽ മന്ത്രോപദേശം ലഭിച്ചവരിൽ കൂടി എനിക്ക് ഒരേ സമയം കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ കഴിയും. പല സ്ഥലങ്ങളിലായി എത്ര ധ്യാനങ്ങൾ നടത്തിയാലും വിരോധമില്ല. ശക്തിവാദം കൊടുക്കാനായി മന്ത്രോപദേശം ലഭിച്ചവർ എൻ്റെ ബോധവുമായി സാമ്യം പ്രാപിച്ചവരാകൊണ്ട് എൻ്റെ വികസിതമായ അവബോധം അവരെയെല്ലാം ഉൾക്കൊള്ളുന്നു. ശക്തിവാദം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ശക്തിവാദം കൊടുക്കുവാനുള്ള ഉപകരണമാകുന്നവരെല്ലാം ഈ പുണ്യകർമ്മത്തോട് ചേർന്നുള്ള പവിത്രതയും ഗൗരവവും പാലിക്കുന്നു. പരിശുദ്ധി തീവ്രമാകുമ്പോൾ സുഷുമ്ന ഉരുക്കുപോലെ ഉറപ്പുള്ളതായി തീരുന്നു. അപ്പോൾ അതിന് സ്വതവേയുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ഊർജം വഹിക്കുവാൻ കഴിയുന്നു. ചണ്ഡീഗറിൽ അടുത്ത കാലത്തുണ്ടായ അനുഭവം ഇതിന് തെളിവാണ്. എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശക്തിപാദം ലഭിച്ച ചിലർ എന്നെ അവിടെ കണ്ടു. എൻ്റെ ബോധത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച തികച്ചും ഒരു ഉപകരണം എന്ന നിലയിൽ ശക്തിപാദം നൽകിയ വ്യക്തിയുടെ പരിശുദ്ധിയെയാണ് ഇത് കാണിക്കുന്നത്. മെറ്റ് എന്ന സമ്മാനം മോഹൻജി എനിക്കും തന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുകയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യിച്ചു.
അവരത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെറ്റ് കൊടുക്കണം എന്നൊരു തീവ്രമായിട്ടുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവുകയാണ്. പക്ഷേ ഞാൻ അന്നേരം മെറ്റിന് അർഹത നേടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൊടുക്കാനും പറ്റില്ല. ആ ഒരു തീവ്രമായ തോന്നലിന് ശേഷമാണ് ഞാൻ മെറ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ ദിവസവും ചെയ്യണം ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവർക്കത് ഞാൻ വന്നതിന് ശേഷം അവർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് അതിൻ്റെ ഇടയിൽ ആ ഒരു മെറ്റ് കിട്ടിയിരുന്നെങ്കിൽ, മോഹൻജിയുടെ ആ ഒരു എനർജി കിട്ടിയിരുന്നെങ്കിൽ അവർക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അവർക്ക് അതിനുള്ള ഒരു ഊർജം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർക്കത് തുടർന്ന് പോകാൻ പറ്റാത്തത്. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മോഹൻജി എനിക്ക് ശക്തിപത് തന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഊർജ്ജസ്വലമായിട്ട് തന്നെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ കുറേ നാൾ കഴിഞ്ഞു, ഏകദേശം 1 വർഷത്തിനടുപ്പിച്ചൊക്കെ ആയപ്പോഴേക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലൊരു ഉത്സാഹമില്ലായ്മയും ഒരു ഫോക്കസ് ഇല്ലായ്മയും ഒക്കെ എനിക്ക് തോന്നി. ആ ഇടയ്ക്ക് എനിക്ക് വീണ്ടും ശക്തിപത് കിട്ടുകയാണ് മോഹൻജിയുടെ കയ്യിൽനിന്ന്. അതിനുശേഷം ആ പ്രശ്നങ്ങളെല്ലാം മാറി. അപ്പോൾ ആ ശക്തിപതിൻ്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു ശക്തി തന്നെയാണത്. അത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ അനുഭവത്തിലൂടെ തന്നെയാണ്. ഇത് തന്നെയാണ് മെറ്റിൻ്റെയും ഒരു ശക്തി എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുമ്പോൾ മോഹൻജിയുടെ എനർജി തന്നെയാണ്, ശക്തിപതിന് സമാനമായിട്ടുള്ള ഒരു എനർജി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഡിസ്ട്രാക്ഷൻസ് വളരെയധികമുള്ള ഈ കലികാലത്ത് നമ്മുടെ സാധന മുടക്കമൊന്നും കൂടാതെ ഫോക്കസോടുകൂടി ചെയ്യാൻ കഴിയണമെങ്കിൽ ഗുരുവിൻ്റെ കൃപ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഗുരുവിൻ്റെ ആ ഒരു എനർജിയാണ് ഈ മെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ എനർജി നമ്മളെ ഇതുപോലെ ഫോക്കസോടുകൂടി നമ്മുടെ മെഡിറ്റേഷൻസ് ചെയ്യാനും അതിൻ്റെ വളരെയധികം ആഴത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കും. മെറ്റ് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതെങ്ങനെ സാധിക്കുമെന്നും നിങ്ങളുടെ ഏരിയയിൽ ഏതെങ്കിലും മെറ്റ് ചാനൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരത്ത് മെറ്റ് ചാനലായിട്ട് ഞാനുണ്ട്. എൻ്റെ പേര് ഉഷാ ജയദേവൻ. തിരുവനന്തപുരത്ത് താമസിക്കാതെ തന്നെ പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ വിത്ത് മെറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ജയ് മോഹൻജി. താങ്ക് യു.